അപ്പോൾ കുട്ടികളെ ക്ലാസ് ആരംഭിക്കുകയാണ്. അപ്പോൾ ക്ലാസ് ആരംഭിക്കുകയാണ്. റെഗുലർ യൂട്യൂബ് അല്ല, ഞാൻ തരുന്ന ലിങ്ക് എടുത്താലേ കാണാൻ പറ്റും. വേറെ ഞാനിത് പ്രൈവറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മളെ പിള്ളേർക്ക് മാത്രമേ കാണാൻ പറ്റൂ. അതായത് അതിനകത്ത് സബ്സ്ക്രൈബ് ചെയ്താലേ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ ലിങ്ക് കളക്ട് ചെയ്തിട്ട് ഓക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠത്തിൻ്റെ പേരെന്ന് പറയുന്നത്, നമ്മൾ മറ്റേ പാഠം പഠിച്ച് തീർന്നെന്ന് തോന്നുന്നു അല്ലേ? അതേ പാഠം പഠിച്ചിട്ട് പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ്. വർക്ക് പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ പാഠം എന്ന് പറഞ്ഞാൽ 5ാമത്തെ പാഠമാണെന്ന് തോന്നുന്നു അല്ലേ? 5ാമത്തെ പാഠത്തിൻ്റെ വർക്കിലേക്കാണ് വരുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. വർക്കിലേക്കാണ് വരുന്നത്. എല്ലാവരും സെക്കൻഡ്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോവുക. പേജ് നമ്പർ 28. പേജ് നമ്പർ 28. മോനെ പുറത്തിറങ്ങിയില്ലടാ വാ, നീങ്ങിരുന്നോളൂ. ഇവിടെ നീങ്ങിരുന്നോളൂ. പിന്നെ ഇപ്പുറത്ത് വാ. എവിടെ പോയി ഒറ്റയ്ക്കിരിക്കുന്ന മിണ്ടൂലേ? നിൽക്കട്ടോ, വരും. വാ. ഓക്കെ, ഇവിടെ എന്നടാ അങ്ങനെ ആരപ്പാ? ഓക്കെ, അപ്പോൾ മലയാളം യാ अंग्रेजी में अर्थ लिखी. ശ്രദ്ധിക്കുക, മലയാളം യാ अंग्रेजी में अर्थ लिखी. മലയാളത്തിലോ ഇംഗ്ലീഷിലോ അർത്ഥം എഴുതും. ചോദ്യം വായിക്കാം. അച്ഛ നമ്മൾ പഠിച്ചതാ. ഗുഡ് അല്ലേ, നല്ലത്. ബുര ബാഡ്, മോശം, ചീത്ത. മാമ അങ്കിൾ. മാമി ആൻറ്റി അല്ലേ, മാമനും മാമി. ബേട്ട സൺ, ബേട്ടി ഡോട്ടർ. ശ്രദ്ധിക്കുന്നുണ്ടോ മോനെ? ഓക്കെ, 1ാമത്തെ ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദോനോ 2 പേരും. തീനോ 3 പേരും. ബഡ വലിയവൻ, ചോട്ട ചെറുത് അല്ലെങ്കിൽ വലുത് ചെറുത് എന്നുള്ള അർത്ഥത്തിൽ. ഭായി സഹോദരൻ, ബഹൻ സഹോദരി. കാ കെ കി. എൻ്റെ അർത്ഥം മൊത്തത്തിൽ 3നും കൂടെ ചേർത്ത് നമ്മൾ അർത്ഥം പഠിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇൻറെ ഉടെ ഉള്ള. കാക്കേക്കിയുടെ അർത്ഥം എന്താണ്? ഇൻറെ ഉടെ ഉള്ള. അത് നിങ്ങൾ എഴുതിക്കൊണ്ടാൽ അത് 3നും ഒരേ അർത്ഥമാണ്, സെയിം അർത്ഥമാണ്. കാ കെ കി. ഇൻറെ ഉടെ ഉള്ള. ഇവിടിപ്പോ ഇംഗ്ലീഷ് വേണമെന്ന് പറഞ്ഞപ്പോ നമ്മള് അവൻ്റെ നമ്മൾ പറയും ഹെർ, അവളുടെ ഹെർ, അവൻ്റെ ഹിം, എന്നിങ്ങനെയൊക്കെ പറയും. ഹിം അല്ല ഹിസ്. ഈ രീതിയിൽ പറയുമ്പോഴാണ്. ഇംഗ്ലീഷിൽ അങ്ങനെ അവിടെ ഒരു പോയിന്റ് നമുക്ക് എഴുതുന്നതിനേക്കാളും ഈ രീതിയിൽ പറഞ്ഞു തരിക എന്ന് പറഞ്ഞാൽ ഇൻ്റെ ഉടെ ആ അർത്ഥത്തിൽ വരും അല്ലേ. ഓഫ്, നമ്മൾ ഓഫ് എന്ന് പറയാം. ഓഫ് അല്ലേ. ഓഫ് എന്ന് പറയുന്ന പദം വേണമെങ്കിൽ നമുക്ക് അർത്ഥമായിട്ട് എടുക്കാം. ഓഫ്, അതിനെല്ലാം ഒറ്റ അർത്ഥം, ഓഫ്. ഓക്കെ, ശരി. ഇൻ്റെ ഉടെ ഉള്ള. അപ്പൊ നമുക്ക് ഇത്രയാണ് അർത്ഥമെന്ന് മനസ്സിലാക്കാം. ഓറിയന്റേഷൻ ഒരു സെക്കൻഡ്. ഗ്രൂപ്പിൽ വാട്സാപ്പിൽ വീഡിയോ ഏറ്റവും അയച്ചു. അപ്പം അത് മതിയല്ലേ?
ഒരു സെക്കൻഡ്. അപ്പോൾ ഒരു സെക്കൻഡ് ഞാൻ ഇവിടെ ഇൻസെക്ട്സാ അതൊക്കെ മാറിയെന്നോ? ഓ കേറിയ മാറിയില്ലെങ്കിൽ മാറുന്നോ? ഇത് നമ്മുടെ പുതിയ ഇതിലായതുകൊണ്ട് ചെറിയൊരു ചെറിയ പ്രോബ്ലം പുതിയതായിട്ട് ആദ്യമായിട്ട് നമ്മൾ ചെയ്യണോണ്ടുള്ളൊരു ഓക്കെ. അത് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി പഠിക്കാം. പറഞ്ഞു വരുന്നത് കാക്കേക്കിയുടെ അർത്ഥം എന്താണ്? ഇന്ത്യയുടെ ഉള്ള അഥവാ ബഹുത്ത് എലോട്ടോ അല്ലേ, ഒരുപാട്, വളരെയധികം എന്നുള്ള അർത്ഥം. ബഹുത്ത് എന്താണ്? സോമനി അല്ലേ, ഒരുപാട്. എലോട്ട് ഓഫ് സോമനി എന്നൊക്കെ എലോട്ട് ഓഫ് സോമനി എന്നൊക്കെ പറയാം. ടു അല്ലേ. കോയുടെ മലയാളം അർത്ഥം കൂടെ എഴുതിയിട്ടു. കോയുടെ മലയാളം അർത്ഥം അതിന് നമ്മൾ ഇംഗ്ലീഷില് ടു എന്ന് ഇംഗ്ലീഷിൽ പറയും ടു. ശ്രദ്ധിക്കേണ്ട കാര്യം രഘുവിന്, ഗോപുവിന്, ദീപുവിന്, ലക്ഷ്മിക്ക്, ദീപികയ്ക്ക്, ഗോപികയ്ക്ക് നമ്മൾ പറയൂലേ. മരത്തെ, പഴത്തെ, കലത്തെ, മഴയെ, പുഴയെ എന്നങ്ങനെ പറയൂലേ. അതുപോലെ തന്നെ രഘുവിനെ, ഗോപുവിനെ, ദീപുവിനെ, ഇതിനെല്ലാത്തിനും ഇങ്ങനെ മലയാളത്തിൽ പ്രയോഗിക്കുന്ന എല്ലാത്തിനും ഒറ്റ ഹിന്ദി വേർഡ് എന്താണ്? കോയ. ഇംഗ്ലീഷിൽ നമ്മൾ അതിന് ടു. എന്താണ്? ദിസ് ഈസ് ഗോ ടു രമേശ്. ഗോപുവിനെ കാണാമേ ഹിന്ദിയിൽ ഗോപുക്കോ ദേഖ്നേക്കാ. മനസ്സിലായില്ലേ? ഓക്കെ, ആ അർത്ഥത്തില്. അപ്പൊ ഇതാണ് പറഞ്ഞ ഈ വേർഡുകളുടെ മീനിങ്സ്. അപ്പൊ ഇത് നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഇത് എഴുതിയെടുക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ബാർ പഠിക്കുക, വീണ്ടും വായിക്കുക. അച്ഛാ ലടുക്ക എന്താവും? അച്ഛേ ലടുക്കെ. ഇനി അച്ചി ലടുക്കെ. അല്ല, ആ ഓർഡർ നോക്കിയാൽ അച്ഛാ ലടുക്ക, അച്ഛേ ലടുക്കെ, അച്ചി ലടുക്കി, അച്ചി ലടുക്കുക. അച്ഛാ ലടുക്ക എന്താ? ഗുഡ് ബോയ്. അച്ഛാ ലടുക്കെ ഗുഡ് ബോയ്സ്. അച്ചി ലടുക്കി ഗുഡ് ഗേൾ. അച്ചി ലടുക്കിയ ഗുഡ് ഗേൾസ്. അപ്പൊ ഒന്ന് ആദ്യം പറഞ്ഞത് ഏകവചനം. അച്ഛാ ലടുക്ക ഏകവചനം, അതായത് സിംഗുലർ വേർഡ്. അച്ഛേ ലടുക്കെ അതിന്റെ പ്ലൂറൽ വേർഡ്സ്, ബഹുവചനം. ഇനി അച്ചി ലടുക്കി അത് സിംഗുലർ പക്ഷെ ഫെമൈൻ അല്ലേ. അച്ചി ലടുക്കിയ അത് പ്ലൂറൽ ഫെമൈൻ. ഓക്കെ, ഇതാണ് പ്ലൂറലും എന്താണ് എന്തും സ്ത്രീലിംഗം. ബുരാ ലടുക്ക ബാഡ് ബോയ് അല്ലേ. ബുരേ ലടുക്കെ ബാഡ് ബോയ്സ്. ബുരി ലടുക്കി ബാഡ് ഗേൾ. ബുരി ലടുക്കിയ ബാഡ് ഗേൾസ് അല്ലേ. അപ്പം ബുരാ ലടുക്ക, ബുരേ ലടുക്കെ. ഞാൻ ഒരു താടി കൈ എടുത്ത് വെച്ചപ്പം മാറ്റിയതാണ്. അപ്പൊ വീണ്ടും രണ്ടെണ്ണം കൂടെ കയറ്റി എടുത്തു. ഓക്കെ, അപ്പോ ബുരാ ലടുക്ക മോശമായ ആൺകുട്ടി. ബുരേ ലടുക്കെ മോശമായ ആൺകുട്ടികൾ. ബുരി ലടുക്കി മോശമായ പെൺകുട്ടി. ബുരി ലടുക്കിയ മോശമായ പെൺകുട്ടികൾ. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ബഡാ ഘോഡ വലിയ കുതിര അല്ലെ. ബഡേ ഘോഡെ വലിയ കുതിരകൾ. ബഡി ഘോടി വലിയ പെൺകുതിര. ബഡി ഘോടിയ വലിയ പെൺകുതിരകൾ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ അങ്ങനെ. ചോട്ടാ ഭായ് ഇളയ സഹോദരൻ, ചെറിയ സഹോദരൻ. ചോട്ടെ ഭായ് ചെറിയ സഹോദരന്മാർ. ചോട്ടി ബഹൻ ചെറിയ സഹോദരി. ചോട്ടി ബഹനെ ചെറിയ സഹോദരന്മാർ.
വീണ്ടും പറയണ ഈ താടിയിൽ കൈ കൊടുക്കുമ്പോൾ ഞാൻ വേണ്ട എന്ന് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന നെഗറ്റീവ് ഹാബിറ്റാണ് താടി കൈ കൊടുക്കുക. കാര്യം നമുക്ക് ഉറക്കം പെട്ടെന്ന് വരും. അതുകൊണ്ട് താടി കൈ കൊടുക്കുന്നത് ഒഴിവാക്കുക. പഠിത്തത്തിൽ നമുക്കത് നന്നായിട്ട് ബാധിക്കും. കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് ഒരാളെ സഹായം തേടുന്നതാണ് ഈ താടി കൈ കൊടുക്കുക. നമ്മൾ ആരെങ്കിലും സഹായിക്കണമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ താടിയിൽ കൈ കൊടുക്കുന്നത്. സഹായം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉഴക്കും. അപ്പം ആ സഹായത്തിൽ കൂടി നമുക്ക് ഉറക്കം വരും. അതുകൊണ്ട് താടി കൈ കൊടുക്കുക. ഓക്കെ, അതിനെല്ലാം ക്ലാസ് ചെയ്യുന്നൊരു ഉറങ്ങും. ധ്യാൻ സെ പഠിയോ സമീക്ഷ, ശ്രദ്ധിച്ച് വായിക്കുക, മനസ്സിലാക്കുക. ശ്രദ്ധിച്ച് വായിക്കുക, മനസ്സിലാക്കുക. അപ്പൊ ഇത് എഴുതണേ കേട്ടോ. ഭായി കാ ഭായി കി ഭായി കെ ഭായി കി ബഹൻ എന്ന് നമ്മൾ പഠിച്ചില്ലായിരുന്നോ? അത് വെച്ചിട്ടാണ് ഡാഷ് കാ ഭായി. അവിടെ എന്ത് ചേർക്കാം? കാ ഭായി ആവുന്നിരിക്കുന്നത് ഏത് പേര് ചേർക്കാം? കാ എന്ന് പറയുമ്പോൾ നമ്മൾ പുല്ലിംഗം ആണല്ലോ ഉപയോഗിക്കേണ്ടത്, അല്ലേ? എന്നാണ്. അപ്പോൾ പുല്ലിംഗം ആകുമ്പോഴത്തേക്കും പുല്ലിംഗ ഏകവചനമാകുമ്പോൾ കാ ഭായി എന്ന് തൊട്ടുമ്പോൾ ഒരു പേര് പറഞ്ഞൂടെ? ഒരു ആണിൻ്റെ പേര് പറയും. രഘു കാ ഭായ് അല്ലെങ്കിൽ ഗോപു കാ ഭായ്, അല്ലേ? ഗോപു കാ ഭായ്. അപ്പുറത്ത് വരുമ്പം ഗോപു കെ ഭായ്. അതിൻ്റെ അടുത്ത് വരുമ്പോൾ ഗോപു കി ബഹൻ. അതിൻ്റെ അടുത്ത് വരുമ്പോൾ ഗോപു കി ബഹനെ. മനസ്സിലായില്ലേ? എല്ലായിടത്തും ഗോപു എന്ന് ചേർത്താ പോരെ. മനസ്സിലായില്ലേ? ഗോപു കാ ഭായ്. പക്ഷെ ആണ് എങ്കിലും ഗോപു എന്ന് പറയുന്നതിന് മാറ്റം വരില്ല. കാ ഭായ്, ഗോപുവിന്റെ സഹോദരൻ എന്ന് പറയുമ്പോഴാണ്. സഹോദരൻ വന്നുകൊണ്ടാണ് ഇവിടെ കാ വന്നത്. ഇപ്പുറത്ത് സഹോദരന്മാർ വന്നുകൊണ്ടാണ് അപ്പുറത്ത് കെ വന്നത്. ഇപ്പുറത്ത് ബഹൻ വന്നുകൊണ്ടാണ് ഇവിടെ കീ വന്നത്. ഇപ്പുറത്ത് ബഹനയും വന്നുകൊണ്ടാണ് കീ വന്നത്. ആ പേര് ആൾ മാറി എന്ന് പറഞ്ഞു, പേര് അത് തന്നെ എന്ന് പറഞ്ഞൊരു കുഴപ്പമില്ല. രഘു തന്നെയാണ്. രഘു കാ ഭായി, രഘു കെ ഭായ്. കാ ഭായി കെ ഭായി ഒക്കെ വരുന്നത് ഏതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്? ഭായിയും ബഹനും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഓ, പക്ഷെ എഴുതുമ്പോ ആണിന്റെ പേര് ആ പെണ്ണിന്റെ പേരാണ് എഴുതേണ്ടതെന്നുള്ളത് നോക്കി എഴുതാം. ഇപ്പൊ ഇതിനകത്ത് ആണിന്റെ പേര് എഴുതിയാലും പെണ്ണിന്റെ പേര് എഴുതിയാലും പ്രശ്നമില്ല. ഇപ്പൊ രഘു കാ ഭായ് എന്നോ ലക്ഷ്മി കാ ഭായ് എന്നോ പറഞ്ഞാലും ശരിയല്ല. കാര്യം ഭായിയിലും ബഹനിലുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നു? ശ്രദ്ധ കൊടുത്ത് കായാണോ കെ ആണോ കീ ആണോ അപ്ലൈ എന്ന് മനസ്സിലാക്കും. ഇപ്പൊ രഘു കാ ഭായ്, രഘു കെ ഭായ്, രഘു കി ബഹൻ, രഘു കി ബഹനെ. അല്ലെങ്കിൽ ഗോപു കാ ഭായ്, ഗോപു കെ ഭായ്, ഗോപു കി ബഹൻ, ഗോപു കെ ബഹൻ. അങ്ങനെ തരാം. ഇനി കാ ബേട്ടായാണ്. അപ്പോഴും നമുക്ക് അത് തന്നെ കൊടുക്കാമല്ലോ. നേരത്തെ പറഞ്ഞ പോലെ ഗോപു നീന കൊടുത്താലും കുഴപ്പമില്ല. അപ്പം ഒരിടത്ത് നമ്മൾ ഗോപു കൊടുത്തോണ്ട് അടുത്ത ക്വസ്റ്റ്യനും അതുപോലെ തന്നെ കൊടുക്കണമെന്നില്ല. ഒരിടത്ത് ഗോപു എന്ന് കൊടുത്തോണ്ട് അതുപോലെ തന്നെ അവിടെ അപ്പുറത്തും ഗോപു കൊടുക്കണമെന്ന് ഇല്ല. വേറെ ഏതെങ്കിലും പേര് എഴുതുക കേട്ടോ. ദീപു. അത് ഇതിലുണ്ട്, ആൻസർ കീയിലുണ്ട്. ദീപു കാ ബേട്ട, ദീപു കെ ബേട്ടെ, ദീപു കി ബേട്ടി, ദീപു കി ബേട്ടി, അല്ലേ? ഇനി കാ പുത്രാണ്. അവിടെയും നമുക്ക് എന്നാ? രമേശ് കാ പുത്ര, രമേശ് കെ പുത്ര, രമേശ് കി പുത്രി, രമേശ് കി പുത്രി. പുത്ര എന്നൊക്കെ അറിയാമല്ലോ. പുത്ര എന്ന് പറഞ്ഞാൽ പുത്രൻ, മകൻ. പുത്രി എന്താണ്? പുത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകൾ. പുത്രിയ പെൺമക്കൾ. രഘു കാ കോട, രഘുവിന്റെ കുതിര. രഘു കെ കോടെ, രഘുവിന്റെ ആൺകുതിരകൾ. രഘു കി ഘോടി, രഘുവിന്റെ പെൺകുതിര. രഘു കി കോടിയ, രഘുവിന്റെ പെൺകുതിര. പുസ്തകട്ടെ. ശ്രദ്ധിക്കുക. അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ. കോഷ്ടക് സെ ഉചിത ശബ്ദ ചുൻകർ ഖാലി സ്ഥാൻ ഫർക്കർ ലിഖി. ബ്രാക്കറ്റിൽ നിന്ന് ഉചിതമായ പദം എടുത്ത്, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, നാലാമത്തെ ക്വസ്റ്റ്യൻ. ബ്രാക്കറ്റിൽ നിന്ന് ഉചിതമായ പദം എടുത്തിട്ട് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ബ്രാക്കറ്റിൽ നിന്ന് ഉചിതമായ പദം എടുത്ത് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. യഹ് സുനിൽ ഡാഷ് ഖർ, യഹ് സുനിൽ ഡാഷ് കറെ. ഖറിന്റെ തൊട്ട് മുമ്പ് കാ, ഖ. യഹ് സുനിൽ കാ കറെ. അപ്പൊ കാ വരണോ കെ വരണോ കീ വരണോ എന്നറിയാലോ. കായാണ്. സോജൻ ഗോപു കാ ഡാഷ് ഭായി. ചോട്ടയാണോ ബെടയാണോ? സോജൻ ഗോപുവിന്റെ എങ്ങനെയാണ് നമ്മൾ പഠിച്ചത്? ഇളയതാണോ വലുതാണോ? ഇളയെന്നല്ലേ നമ്മൾ പഠിച്ചത്. ആണോ?
സോജൻ ഗോപുവിന്റെ ഏറ്റവും ഇളയ സഹോദരനല്ലേ? നമ്മളൊന്ന് പഠിച്ച് മറ്റേ അഭിനവന് ഡൗട്ട് അടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് പഠിപ്പിച്ചപ്പോൾ ഇല്ലായിരുന്നോണ്ടാണ് കേട്ടോ. ഒന്നും കൂടെ പഠിപ്പിച്ചില്ലായിരുന്ന ആൾക്കാരെ വിളിച്ചോണ്ട് ഞാൻ ഒന്നും കൂടെ ക്ലാസ് എടുക്കും. ഇതുവരും ചോട്ട ചോട്ട ചോട്ട. ഗോപു ദീപു കെ ഡാഷ് ഭായ്. ഗോപു ദീപുവിന്റെ വലിയ ആളാണ് ഇളയാണ്? നമ്മൾ പഠിച്ചല്ലോ, ഗോപു എന്ന് പറയുന്നത് ദീപുവിനേക്കാളും വലുതാണ്. അപ്പം ഗോപു ദീപു കെ ബഡേ ഭായ്. ഗോപു കെ ബഡേ ഭായ്. ഓക്കെ, ബഡേ ഭായ് ബഡയാണ്. അനിത സീതയ്ക്ക് അനിത നമ്മൾ പഠിച്ചാണല്ലോ. അനിത സീതയുടെ ചെറിയ സഹോദരി. ഇപ്പൊ എങ്ങനെ പറയും? അനിത സീതയ്ക്ക് ചോട്ടി ബഹൻ. രാജൻ ഡാഷ് ബേട്ടെ കോൺ കോൺ. രാജൻ ബേട്ടെ. ബേട്ടയുടെ തൊട്ട് മുമ്പ് ബേട്ടെ വന്നിരുന്നു കഴിഞ്ഞാൽ കെ വരും. കാര്യം ബേട്ടെ എന്ന് പറയുന്നത് പുല്ലിംഗ ബഹുവചനം. അപ്പൊ അവിടെ തൊട്ട് മുമ്പ് എന്ത് ചേർക്കണം? കെ. രാജൻ കെ ബേട്ടെ കോൺ കോൺ. രാജൻ കെ ബേട്ടെ. കെ ആണ് അവിടെ വരേണ്ടത്. കെ. നേരത്തെ ക്ലാസ് കേട്ട ആൾക്കാർ കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കും. കേട്ടില്ലെങ്കിൽ അതിൻ്റെ ഞാൻ കുറേ അർത്ഥങ്ങളൊക്കെ എഴുതിയിരുന്ന നോട്ടിൽ എഴുതിത്തരാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ നോട്ട് എഴുതിയെടുത്താലും എളുപ്പത്തിൽ കത്തും കേട്ടോ. എന്തായാലും ഒന്നും കൂടെ അത് പഠിപ്പിച്ച് തരാം. കാര്യം ഇനി നമുക്ക് ടീച്ച്മെൻറ്റ് ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനിയുള്ള ക്ലാസ്സുകൾ നമുക്ക് യൂട്യൂബ് വഴി കിട്ടും. ഇതുവരെ ഉണ്ടായിരുന്ന ക്ലാസ്സുകൾ നമുക്ക് റിപ്പീറ്റ് എടുത്ത് തരികയെ എടുത്തു തരാം. രേഖാങ്കിത ശബ്ദ കെ വിലോം ശബ്ദ സെ കാലി സ്ഥാൻ ഭർക്കർലി. രേഖ ചെയ്തിട്ടുള്ള പദങ്ങളുടെ വിലോം ശബ്ദം. എന്താ വിലോം ശബ്ദ? പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്പോസിറ്റ് വേർഡ്. വിലോം ശബ്ദം എന്താണ്? ഓപ്പോസിറ്റ് വേർഡ്. ഓപ്പോസിറ്റ് വേർഡ്സ്. അതാണ് ഇപ്പൊ ഓപ്പോസിറ്റ് വേർഡ്. വിജയ് കാ ഘർ ബഡ. വിജയുടെ വീട് ബഡ ആണ്. ആ ബഡ ആണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. അതിന്റെ ആണ് എന്ത് ചെയ്യുന്നത്? ഓപ്പോസിറ്റ് എഴുതുന്നത്. അപ്പൊ ബഡ എന്ന് ചോട്ട. അപ്പൊ അതിന്റെ അപ്പുറത്ത് ചോട്ടാന് ആണല്ലോ. വിജയ് കാ ഘർ ബഡ. വിജയുടെ വീട് ഭയങ്കര വലുതാണ്, പക്ഷെ എന്തല്ല ചോട്ടാന്, ചെറുത് അല്ല. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് ആ ഫില്ല് ചെയ്യേണ്ട സ്ഥാനത്ത് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന പദത്തിന്റെ ഓപ്പോസിറ്റ് വേർഡാണ് എഴുതി ഫില്ല് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ്, സോജൻ ബുരാൽ എടുക്കാനേ. സോജൻ ബുരാൽ എടുക്കാനേ. ഇതെന്താ? അച്ചാൽ എടുക്കുക. ബുരയുടെ ഓപ്പോസിറ്റ് ആ സംഭവം കൊണ്ട് അവിടെ ഫില്ല് ചെയ്യും. അപ്പൊ ബുരാൽ എടുക്കാനേ അച്ചാൽ എടുക്കാൻ നമ്മള് ഇവിടെ എടുക്കണം. ക്ലിയർ ആണോ കുട്ടികളെ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 29ാമത്തെ ക്വസ്റ്റ്യൻ പേജിൽ തന്നെ. അടുത്ത ക്വസ്റ്റ്യൻ 6ാമത്തെ ക്വസ്റ്റ്യന്. ഗോപുക്ക ചോട്ടാ ഭായ് കോനെ. ഇനി പറ, നമ്മൾ പഠിച്ചാണ്, ഒരാൾക്കാരെ വെച്ചിട്ട് പഠിച്ചാണ്. ഗോപുക്ക ചോട്ടാ ഭായ് കോനെ. ഗോപുവിന്റെ സഹോദരൻ ആരാണ്? ഗോപുവിന്റെ നേരെ ഇളയത് ദീപു. അത് ഏറ്റവും ഇളയതാണ്. ഗോപുക്ക ചോട്ടാ ഭായ് ദീപു. ഗോപുക്ക ചോട്ടാ ഭായ് ദീപു. രാജൻ കെ ബേട്ടെ കോൻ കോൻ. രാജൻ കെ ബേട്ടെ. രാജൻ കെ എന്റെ മക്കൾ. എന്റെ മക്കൾ ആരാണ്? രാജൻ കെ ബേട്ടെ ഗോപു, ദീപു ഓർ സോജൻ. നമ്മളൊന്ന് പഠിച്ചതല്ലേ? വിജയ് മാമനാണ്. ഇനി എപ്പോഴാണ് മകനാക്കിയത്? വിജയല്ലേ? അപ്പൊ ഓക്കെ, രാജൻ കെ ബേട്ടെ പറ. രാജൻ കെ ബേട്ടെ ഗോപു, ദീപു और सोजन. गोबू की बहन बड़ी बहन कौन है? गोबू की बड़ी बहन कौन है? गोबू की बड़ी बहन പറ. ബड़ी ബഹൻ ആരാണ്? ഗോപുവിന്റെ ഏറ്റവും മൂത്ത. ഗോപു ആണല്ലോ ഏറ്റവും മൂത്ത. അപ്പൊ ഗോപുവിന്റെ മൂത്തതാകുമ്പോഴത്തേക്ക് ഏറ്റവും മൂത്തതായിട്ടുള്ള ഒരു ചേച്ചിയുണ്ട്, സീത. गोबू की बड़ी बहन सीता है. गोबू के मामा कौन है? नहीं पढ़ा. गोबू के मामा कौन है? गोबू के मामा विजय है. विजय का घर बड़ा है या छोटा? विजय का घर बड़ा है या छोटा? विजय का घर बड़ा है. അല്ലല്ല, അതല്ലേ ഞാൻ പറഞ്ഞത്. ഒരു തടവ சொன்னால் അത് 100 തടവ சொன்ன மாதிரி. രജനികാന്തിനെ പോലെ ഡയലോഗ് പറയുന്ന ഞാൻ അടിച്ചാൽ താങ്ക മാട്ടെ, 4 മാസം തൂക്ക മാട്ടെ. അല്ലേ? ഒരു വടി മുടി പേച്ച് പണിട്ട് ഞാൻ പേച്ച് ഞാനേ കേൾക്കുന്നു അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ പറയുന്ന ഡയലോഗുള്ള ആളൊന്നും അല്ലേ. ഇത് വേറെ മാമൻ. കേട്ട ആരുടെ മാമൻ? ഇത് നമ്മുടെ ഗോപുവിന്റെ, ദീപുവിന്റെ, എന്താണ്, സോജന്റെ മാമൻ. ഓക്കെ, അപ്പൊ അടുത്ത പാഠത്തിലേക്ക് കേറാം. മേരാ തുമാരാ ഹമാര. മേരാ തുമാരാ ഹമാര. അപ്പൊ ഇതൊന്ന് പെട്ടെന്ന് എഴുതിയെടുക്കാൻ പറ്റുമോ? അല്ലെ ഞാൻ താഴോട്ട് എഴുതാം, കുഴപ്പമില്ല. ഇപ്പുറത്തോട്ട് എഴുതാം, പ്രശ്നമില്ല. പാഠ് എത്രയാണ്? പാഠ് പാഠ് 6ാമത്തെ പാഠത്തിലേക്ക് കടക്കുകയാണ് നമ്മള്. 6ാമത്തെ പാഠത്തിന്റെ പേര് മേരാ
മേര എന്റെ. മേര എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ. നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും? പറയട്ടെ, ഇംഗ്ലീഷിൽ എന്ത് പറയും? മീ അല്ലേ? മീ അല്ലേ? അല്ലേ? അടുത്തത് തുമാര. തുമാര നിങ്ങളുടെ എന്നാണ്. നിങ്ങളുടെ, യുവേഴ്സ് അല്ലേ? എന്ത് പറയും? യുവേഴ്സ് അല്ലേ? നിങ്ങളുടെ. അപ്പോസ്ട്രോഫി യെസ് അല്ലേ? ഇനി അടുത്തത് ഹമാര. ഹമാര ഒവേഴ്സ് അല്ലേ? ഇങ്ങനെ പറഞ്ഞൂടെ? ഇല്ലേടെ? ഓക്കെ. പിന്നെ എഴുതാം, പിന്നെ എഴുതാം. ഞാൻ മാറ്റി എഴുതിയിട്ടുണ്ട്, കുഴപ്പമില്ല. അപ്പൊ ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ടൈം. പഠിക്കാം നമുക്ക്. പഠിക്കാം. മേര, തുമാര, ഹമാര. ഒരു വീട്ടില് ഫാമിലി അംഗങ്ങളായിരിക്കുന്നത് കണ്ട ഒരു അച്ഛൻ അവിടെ ഇരിപ്പുണ്ട്. അച്ഛൻ VIP ആയതുകൊണ്ട് അച്ഛൻ മുറ്റയ്ക്ക് മാറിപ്പോയിരിക്കുന്നു. ബാക്കി ആര്? അമ്മ ഇരിപ്പുണ്ട്, 2 കുട്ടികള്. തുമാരാ നാം ക്യാ ഹൈ? ഒറ്റ വേളിൽ നമുക്ക് പറയാം. നമ്മളെല്ലാവരും പേരായിട്ട് മറുപടി പഠിച്ച് വെച്ചിട്ടിരിക്കുന്ന പോകണം. തുമാരാ നാം ക്യാ ഹൈ? മേരാ നാം. വെറുതെ പറയരുത്, അങ്ങനെ സെന്റൻസ് ആയി തന്നെ പറയാം. മേരാ നാം. അപ്പൊ ഞാനിത് ചോദിക്കാം, നിങ്ങൾ പല ആൾക്കാരും പല പേരിലാണെങ്കിൽ പറയുമ്പോൾ ആ കേൾക്കാൻ ഒരു ഇമ്പം ഉണ്ടാവരുത്. റെഡി? 1 2 3 സ്റ്റാർട്ട്. തുമാരാ നാം ക്യാ ഹൈ? തുമാരാ നാം ക്യാ ഹൈ? എല്ലാവരും കൂടെ പറഞ്ഞോ. അതെ, പലരും പല പേരുടെ എന്ത് രസമാണ് അല്ലേ? ഒന്നുകൂടെ പറയാം. തുമാരാ നാം ക്യാ ഹൈ? ചന്ത പിള്ളേരപ്പം അല്ലെ? ചന്തയിൽ ചെന്ന് കളഞ്ഞു കഴിഞ്ഞാൽ മറ്റേ വെജിറ്റബിൾ മാർക്കറ്റിൽ നിന്ന് അണ്ണന്മാർ വിളിക്കും വെജിറ്റബിൾ വേണമെന്ന് പറയാം. അണ്ണാ നോക്കിക്കാൻ സൂപ്പർ സാധനങ്ങൾ, അടിപൊളി സാധനങ്ങൾ, ഇപ്പം ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ക്യാരറ്റ്, മുന്തിരി, ബീട്രൂട്ട്, എന്താണ് ഇത്രയൊക്കെ ഉണ്ടല്ലോ അല്ലേ? ക്യാബേജ്, ഇതെല്ലാം ഉണ്ട്. നല്ല സാധനങ്ങൾ പെറുക്കിയെടുത്തോണ്ട് പോയി നോക്കണം എന്ത് എന്നൊക്കെ പറയും. അപ്പുറത്ത് എന്ത് ചെയ്യുന്നു? മീൻ വിൽപ്പനക്കാരൻ അപ്പച്ചി എത്ര നോക്കിയിരിക്കുന്നു, തോപ്പി വരുന്നത് ഓടി വരി ചക്കള പിടിച്ച് നോക്കി ഇത്ര സാധനങ്ങൾ പടക്കുന്ന സാധനങ്ങൾ, സൂപ്പർ സാധനങ്ങൾ, അടിപൊളി സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പോയിന്ന് എന്ന് പറഞ്ഞ് ഇങ്ങനെ എന്ത് ചെയ്യും പറയും. പറയുമ്പോൾ ഇതെല്ലാം കൂടെ കേട്ട് നിൽക്കുന്ന നമ്മളെന്ന് പറയും ഇതിന്റെ ചന്ത ബഹളം എന്ന് പറയില്ലേ? കേട്ട് നിൽക്കുമ്പം ഭയങ്കര ബഹളമായിരുന്നല്ലേ? എന്തിനാടാ ഇതൊക്കെ പുറത്ത് പറയണത്? അച്ഛനമ്മ നാണക്കേടല്ലേ അല്ലേ? അല്ലേ? ഇതിപ്പോ എല്ലാം കേക്കേട്. അച്ഛനമ്മ വീഡിയോയിൽ കാണാൻ മൊത്തം കേക്ക്. കേട്ടാ? ഓക്കെ, ശരി. അപ്പൊ അതാണ് പറഞ്ഞത്. അങ്ങനെയൊന്നും പറയണ്ട കേട്ടാ. ഓക്കെ, ശരി. അപ്പൊ തുമാരാ നാം ക്യാ ഹൈ? മേരാ നാം രേഷ്മ. ഇവിടെ രേഷ്മയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടാ. ഇവിടെ മേരാ നാം രേഷ്മ. തുമാരാ ഘർ കഹാ? നിങ്ങളുടെ വീട് എവിടെയാണ്? മേരാ ഘർ ആലുവ മേ. എന്റെ വീട് ആലുവയിലാണുള്ളത്. ഓപ്പോസിറ്റ് വേർഡ്സോ? എല്ലാ അർത്ഥം എഴുതണം. എന്ത് ഇപ്പൊ എഴുതണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? സമയം തരാന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? ഓക്കെ. അപ്പൊ തുമാരാ ഘർ കഹാ? മേരാ ഘർ ആലുവ മേ. എന്റെ വീട് എവിടെയാണ്? ആലുവയിലാണ്. അപ്പം നിങ്ങൾ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ തുമാരാ ഘർ കഹാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരും വീട് പറയാം. മേരാ ഘർ വെമ്പായ മേ ഹെ, മേരാ ഘർ കല്യാണകുളങ്ങര മേ ഹെ, മേരാ ഘർ കൈതയിൽ മേ ഹെ, മേരാ ഘർ കൊഞ്ചറ മേ ഹെ, മേരാ ഘർ എന്താണ് പോങ്കുന്ന് മേ ഹെ, മേരാ ഘർ തേക്കട മേ ഹെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു? നമുക്ക് പറഞ്ഞില്ല. ഞാൻ ആദ്യം പറഞ്ഞില്ലേ? നീ എന്തേ പറഞ്ഞത്? ഓക്കെ, വെമ്പായ ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്ന? ഓപ്പോസിറ്റ് ഈ ഉണ്ട്, ഈ ഉണ്ട്. അതാണ് ഓർമ്മിച്ചില്ല, അത് എഴുതാൻ വിട്ടുപോയത്. അപ്പം എന്താ പറഞ്ഞിരുന്ന? മേരാ ഘർ ആലുവ മേ. തുമാരാ ഘർ മേ കോൺ കോൺ? നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? മേരെ ഘർ മേ മാതാജി, പിതാജി, ദാദി മാം. ദാദി മാം കേൾക്കില്ല. ഓക്കെ. ആ ദാദീജി എന്ന് പറഞ്ഞാൽ എന്താണ്? ദാദീജി അമ്മുമ്മ അല്ലേ? ദാദീജി ആരാണ്? അമ്മുമ്മ. ഈ ദാദീജിക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലേ? അല്ലേ? അല്ലേ? എവിടെയെങ്കിലും എന്തെങ്കിലും കാര്യം ചെയ്യാനായിട്ട് പോകുമ്പോ പറയും, നീ അങ്ങോട്ട് വേണം കൊച്ചാ, നീ അങ്ങോട്ട് പോയിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണിച്ചോണ്ടിരിക്കാതെ വീട്ടിൽ കയറി നീ കളവിയുടെ കാര്യം മാത്രം നോക്കിയാൽ കളവി എന്നെ പഠിപ്പിക്കാൻ നീ പറയാറില്ലേ? അല്ലേ? പറയാറില്ലേ? അല്ല, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇറങ്ങി തിരിക്കുമ്പോഴത്തേക്ക് എന്താണ് ഉടനെ അമ്മുമ്മ അല്ലെങ്കിൽ മുത്തശ്ശി വന്നിട്ട് പറയും, എന്താണ് എവിടെ പോണം, എന്ത് പോണം, പോങ്ങ് പോണ്ട എന്നൊക്കെ പറയും അല്ലേ? അമ്മുമ്മ ഉണ്ട് അല്ലേ? അമ്മയുടെ അമ്മയും അച്ഛൻ്റെ അമ്മ. ഓക്കെ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു? ഈ വീട്ടിൽ ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളല്ലേ? അപ്പൊ നമ്മൾ ഇതൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇങ്ങനെ എത്ര പേര് പ്രതികരിക്കാറുണ്ട്?
ഇതുപോലെ ഇങ്ങനെ എന്തെങ്കിലും ഇടം കോലിട്ട് പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ പറയാറുള്ളത് ക്ലവിയുടെ കാര്യം മാത്രം നോക്കിയപ്പോൾ ഇതൊക്കെ മനസ്സിലെങ്കിലും പറയാറുണ്ട്, നേരത്തെ പറഞ്ഞില്ലെങ്കിലും അല്ലേ? അല്ല, അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാര്യം എന്ന് പറയുമ്പോൾ അവർക്കാണ് നിങ്ങളുടെ ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ അനുഭവ സമ്പത്തുള്ളത്. അവർക്കറിയാം നിങ്ങളിങ്ങനെ പോയി കഴിഞ്ഞാൽ അത് കുരുത്തക്കേടാണ്, നിങ്ങൾ പോയി എന്ത് ചെയ്യുന്നു, കുരുക്കിൽ ചാടുമെന്ന്. അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നു, തടയുന്നത് കേട്ടോ. അത് അവരുടെ അനുഭവങ്ങളിൽ കൂടി അവർ പരിചയപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്കയും ആദ്യം കഴിക്കും പിന്നെ മധുരി. ഓക്കെ, ആര് പറയും? മുമ്പ് പറയോ? എന്താ പറയാ? മുമ്പ് പറയുമ്പോ നീ എന്താ പറയും? അതിലൊന്നും കുഴപ്പമില്ല, അതൊക്കെ നല്ല കാര്യം അല്ലേ? മടിയിലൊക്കെ ഇരിക്കുന്ന നല്ല കാര്യമല്ലേ? അത് കളിയാക്കാൻ വേണ്ടി പറഞ്ഞത്, കളിയിൽ പറയണായിരിക്കും നിന്റെ മുമ്പ്. അല്ല, കാര്യമായിരുന്നു അല്ല, കളിയിലായിരിക്കും പറയുന്നത് അല്ലേ? മടി ഇരിക്കുന്നതിന് കുറ്റം പറഞ്ഞ പിന്നെ അല്ലേ? ചുമ്മാ തമാശ പറയണം, ഞങ്ങൾക്ക് വിശ്വസിച്ച തമാശ പറയണം പോലെ കേട്ടോ. ഓക്കെ, അപ്പൊ ആരൊക്കെയാണുള്ളത്? എന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? മാതാജി, പിതാജി, ദാദിമാം, ഭായി, ബഹൻ, മാമാജി. മാമാജി അറിയാലോ, അങ്കിൾ അല്ലേ? അപ്പോ ഞാൻ പറയുന്ന മനസ്സിലാക്കുക. നിങ്ങളോട് ചോദിച്ചിട്ട് നിങ്ങളുടെ വീട്ടിൽ ചോദിക്കണം, നിങ്ങൾ തുമാരെ ഘർ മേ കോൻ കോൻ ഹേ? ഇപ്പൊ പറയാം, മേരെ ഘർ മേ മാതാജി ഹേ, പിതാജി ഹേ, ഭായി ഹേ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റും അല്ലേ? നമ്മൾ വലിയ സിനിമയിൽ പറയുന്ന പോലെ എന്തുവാണ്, ബിരിയാണി ഉണ്ട്, ചിക്കൻ ഉണ്ട്, ബീഫ് ഉണ്ട് എന്നൊക്കെ പറയും പോലെ നമ്മൾ എന്ത് ചെയ്യും अरे हाँ പറഞ്ഞാൽ तुम्हारे घर में कौन कौन है? मेरे घर में पिताजी, माताजी, दादी माँ, भाई, बहन और मामा जी. तुम्हारे कितनी बहन है? നിങ്ങൾക്ക് എത്ര സഹോദരിമാരുണ്ട്? അടുത്ത ചോദ്യം. तुम्हारे कितने भाई? मेरे 3 भाई. എനിക്ക് എത്ര സഹോദരിമാരുണ്ട്? 3. അപ്പൊ ചോദ്യം ചോദിക്കുന്ന ഉത്തരം എങ്ങനെയാണ് പറയുന്നത് നിങ്ങൾ മനസ്സിലായല്ലോ. तुम्हारे कितने भाई है? അപ്പൊ നിങ്ങൾ പറയും मेरे 3 भाई. നിങ്ങൾ പറയും ഓ ഒരെണ്ണേ ഉള്ളു മതിയല്ലോ അല്ലേ? ഓ എന്തൊരു പതിപ്പുകളാണെന്ന് തോന്നും. എനിക്ക് എന്നും കൈവയ്ക്കാനേ സമയം അല്ലേ? നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പാർട്ടി എന്തെങ്കിലും വെക്കണമെങ്കിൽ എല്ലാവരും വിളിക്കുമല്ലോ. അപ്പോൾ അവരെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് തന്നെ ചോദിക്കുന്നത് എന്തൊക്കെ കഴിക്കണമെന്നാണ്. എനിക്ക് 12 കസിൻ സിസ്റ്റേഴ്സ്. 12 എങ്ങനെ സഹിക്കണം? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിക്കോളൂ. എത്ര സഹോദരിമാരുണ്ട്? തുമാരെ നിന്റെ അല്ലടി ചോദിച്ചത്, ഇവിടത്തെ കാര്യമാണ് ചോദിച്ചത്. നീ ഒറ്റ ഒരുത്തി മതിയല്ല, സഹോദരികളും 12 ആയാലും കുഴപ്പമില്ല. ഓക്കെ അല്ലേ? അപ്പൊ നേരെ ദോ ബഹനെ, എനിക്ക് 2 സഹോദരിമാരുണ്ട്. തുമാരെ കിത്തനെ ഭായി ഹേ? ഞാൻ അടുത്ത ചോദ്യം, എത്ര സഹോദരന്മാരുണ്ടെന്നോ? അപ്പൊ എന്താ പറയുന്നത്? മേരെ 3 ഭായി. എനിക്ക് 3 സഹോദരങ്ങളാണ് ഉള്ളത്. തുമാരെ ഭായി കോൻ കോൻ? നിങ്ങളുടെ സഹോദരന്മാരൊക്കെയാണ് പേരെടുത്ത് പറയാൻ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. മേരെ ഭായി അരുൺ, അനിൽ ഓർ അഖിൽ. ആരൊക്കെയാണ് സഹോദരന്മാര്? അരുൺ, അനിൽ, അഖിൽ. തുമാരെ ബഹനോ കെ നാം ക്യാ ക്യാ? ശരി, തുമാരി ബഹനോ കെ നാം കോൻ കോൻ? നിങ്ങളുടെ സഹോദരിമാരുടെ പേരെന്തൊക്കെയാണ്? മേരി ബഹനോ കെ നാം ഉമ ഓർ സുമ അല്ലെ? ഉമയും സുമയുമാണ് അല്ലെ? ഉമയും സുമ, ഇതൊക്കെ പഴയ ആൾക്കാരുടെ പേര് ഇരിക്കുന്നു അല്ലേ? അല്ലെ? ഇപ്പം ദൃഷ്ടി തുമ്നെ അല്ലെ? ഇപ്പോഴത്തെ പേരുകളൊക്കെ ആണെങ്കിലും എന്താണ് വാങ്ങിക്കൊള്ളാൻ പറ്റാത്ത പേരല്ലേ? അങ്ങനെയുള്ള കുറെ പേരുകളാണ് ഇപ്പൊ എല്ലാവരും. അതെ, പറയുമ്പോ ദൃഷ്ടി തുമ്പനാണെങ്കിൽ നമ്മള് വിളിക്കുമ്പോ വിളിക്കുമല്ലേ അല്ലേ? അത് നാവിന്നൊക്കെ താക്കൊക്കെ തെറിച്ചൊക്കെ പോലെ. ഓക്കെ ശരി, അപ്പൊ അങ്ങനെയൊക്കെ വിളിക്കേണ്ടി. ഓക്കെ നോക്കൂ. അപ്പൊ അടുത്തത് മേരെ പിതാജി കാ നാം. തുമാരെ പിതാജി കാ നാം ക്യാ? തുമാരെ പിതാജി കാ. അപ്പൊ നിങ്ങളടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ അച്ഛന്റെ പേര് പറയണം അല്ലേ? തുമാരെ പിതാജി കാ നാം? മേരാ പിതാജി കാ നാം വാസവൻ. ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? വാസവൻ. എന്റെ പിതാവിന്റെ പേര് വാസവൻ. തുമാരെ പിതാജി ക്യാ കർത്തേ? നിങ്ങളുടെ പിതാവ് എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ പിതാവ് എന്ത് ചെയ്യുന്നു? നിങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഞാനിപ്പോ ഇവിടെ ഇരുന്ന് പഠിക്കും അല്ലേ? തുമാരെ പിതാജി ക്യാ കർത്തേ? മേരെ പിതാജി കിസാൻ. പിതാജി കിസാൻ. കിസാൻ നിങ്ങളാകുമ്പോഴത്തേക്ക് എന്താണ്? ഓരോരുത്തരും ഹെയർ കട്ട്, ബാർബർ അല്ലേ?
എന്ന് പറയാൻ പറ്റും. ഓക്കെ നെക്സ്റ്റ് തുമാരെ മാതാജി കാ നാം ക്യാ തുമാരെ മാതാജി കാ നാം എന്ത് ചോദിക്കുമ്പോൾ എന്ത് പറയും മേരാ മാതാജി കാ നാം നിങ്ങൾ ഓരോരുത്തരെയും പേര് പറയും കമ്പ്യൂട്ടർ എന്നാണ് മാതാജി ഓക്കെ തുമാരാ മാതാജി കാ തുമാരി മാതാജി കാ എല്ലാം അമ്മ കേട്ടോണ്ടിരിക്കുന്നത് വീട്ടിൽ ചെന്നിട്ട് ചോദിക്കും എന്നെ നീ ഇങ്ങനെയൊക്കെ പറയിപ്പിച്ചല്ലേ ഓക്കെ തുമാരി മാതാജി കാ നാം ക്യാ നിന്റെ അമ്മയുടെ പേരെന്താണ് മേരി മാതാജി കാ നാം ജയ എന്റെ അമ്മയുടെ പേര് ജയ എന്നാണ് ഓക്കെ തുമാരാ സ്കൂൾ കഹാം നിന്റെ സ്കൂൾ എവിടെയാണ് നിങ്ങളുടെ സ്കൂൾ എവിടെയാണ് ഹമാരാ സ്കൂൾ ആസ്പത്താൽ കെ പാസ് എന്താ ആസ്പത്താൽ ആശുപത്രിക്ക് അടുത്താണ് എന്റെ വീട് അഭിനവേ എവിടെ പുസ്തകം നോക്കാം എങ്ങോട്ടും അങ്ങോട്ടും കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് പുസ്തകം നോക്ക് ഓക്കെ ഹമാരാ സ്കൂൾ ആസ്പത്താൽ കെ പാസ് നമ്മുടെ സ്കൂൾ എവിടെയാണ് ആശുപത്രിക്ക് അടുത്താണ് തുമാരാ സ്കൂൾ ചോട്ടാ ഹേ എവിടെ അതിപ്പോ നമ്മളിപ്പോ ഈ പരീക്ഷയ്ക്ക് ഇപ്പം ഇതിപ്പോ ഇങ്ങനെ നിങ്ങൾ എഴുതുമ്പോ പരീക്ഷ എഴുതുമ്പോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യത്തില് ഉത്തരം എഴുതിയാൽ മതി കേട്ടോ തുമാരാ സ്കൂൾ ചോട്ടാ ഹേ എവിടെ നിങ്ങളുടെ സ്കൂൾ ചെറുതാണോ വലുതാണോ ചെറുതാണോ വലുതാണോ തുമാരാ സ്കൂൾ ബടാ നമ്മുടെ സ്കൂള് വലുതാണ് ഓക്കെ നമ്മുടെ സ്കൂള് വലുതാണ് ഓക്കെ അടുത്ത് തുമാരെ സ്കൂൾ മേ കിത്തനെ അധ്യാപകർ അടുത്ത ചോദ്യം നിങ്ങളുടെ സ്കൂളിൽ എത്ര അധ്യാപകർ കിത്തനെ അധ്യാപകോ അത് എണ്ണി നോക്കിക്കഴിഞ്ഞാൽ തീരൂല സാറേ അധ്യാപകമുണ്ട് ഹമാരെ സ്കൂൾ മേ കിത്തനെ അധ്യാപകർ ഇവിടുത്തെ ചോദ്യത്തിന്റെ ഉത്തരം പറയും ഇവിടുത്തെ നമ്മള് പറഞ്ഞിരിക്കുന്ന ഉത്തരം 20 അധ്യാപകർ എത്രയാണ് 20 30 അല്ല 20 ആണ് 30 20 20 കേട്ടോ എത്ര അധ്യാപകർ 20 അതെ 20 20 അധ്യാപകർ എത്ര അധ്യാപകരുണ്ട് 20 അധ്യാപകരുണ്ട് തുമാരെ സ്കൂൾ കെ കിത്തനെ മക്കാൻ നിങ്ങളുടെ സ്കൂളിൽ എത്ര മക്കാൻ കെട്ടിടം നിങ്ങളുടെ സ്കൂളിൽ എത്ര കെട്ടിടമുണ്ട് എത്ര കെട്ടിടമുണ്ട് तुम्हारे स्कूल में कितने मकान है हमारे स्कूल में 7 मकान നമ്മുടെ സ്കൂളിൽ എത്ര 7 വീടുകളുണ്ട് മക്കാൻ പുരാനെ ഹേ യാ നഹീ പഴയതാണോ പുതിയതാണോ പുരാന ഓൾഡ് നയാ ന്യൂ ഇപ്പൊ ചോദിച്ചിരിക്കുന്നു നിങ്ങളുടെ കെട്ടിടം സ്കൂളിലെ കെട്ടിടങ്ങൾ പഴയതാണോ പുതിയതാണോ മക്കാൻ എന്താ മക്കാൻ ബിൽഡിങ്സ് മക്കാൻ എന്താണ് ബിൽഡിംഗ് കെട്ടിടം നിങ്ങളുടെ സ്കൂളിലെ കെട്ടിടം എന്താണ് പഴയതാണോ പുതിയതാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് മക്കാൻ പുരാനി അപ്പൊ പറയുന്നത് 2 ബിൽഡിങ്സ് ഉണ്ടാവും ചെറുതാണ് പഴയതാണ് 2 ബിൽഡിംഗ് എന്താണ് പുരാനി എന്നാൽ ബാക്കിയുള്ള 5 എണ്ണം പുതിയതും അപ്പം 2 എണ്ണം പഴയതും ബാക്കിയുള്ള 5 എണ്ണം പുതിയതും तुम्हारे प्रिंसिपल का नाम क्या है प्रिंसिपल പേരെന്താ हमारे प्रिंसिपल का नाम श्रीमती രാജമ്മയാണ് നമ്മുടെ പ്രിൻസിപ്പലിന്റെ പേര് അച്ചി അവരുടെ നല്ല സ്ത്രീയാണ് നിങ്ങളാണെങ്കിൽ രാവിലെ വന്നു അല്ലേ ഓക്കെ അപ്പൊ തുമാരെ പ്രിൻസിപ്പൽ കോനെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രിൻസിപ്പലിന്റെ പേരൊക്കെ പറയാം അപ്പൊ എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലായല്ലോ ഓരോരുത്തരുടെയും പേര് ചോദിച്ച് ഓരോരുത്തരുടെ ഹിന്ദിയിൽ ഓരോ കാര്യങ്ങൾ ചോദിച്ചാൽ അതിന് ഉത്തരം മറുപടി പറയാനായിട്ട് നിങ്ങൾക്ക് പറ്റണം അപ്പൊ നാളത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് ആൻസർ കീ നമ്മൾ ഇന്നലെ പഠിച്ചതിന്റെ വർക്കൗട്ട് കഴിഞ്ഞ ദിവസം പഠിച്ചതിന്റെ വർക്കൗട്ടാണ് നാളത്തെ ടെസ്റ്റ് നോക്കുന്നത് കേട്ടോ ഏതൊക്കെ ക്വസ്റ്റ്യൻ എന്ന് പറയാം പഠിക്കേണ്ട ക്വസ്റ്റ്യൻ പേജ് നമ്പർ 28 പഠിക്കേണ്ട ക്വസ്റ്റ്യൻ 1 പഠിക്കണം കേട്ടോ 1 പഠിക്കണം വാക്കത്തിന്റെ മീനിങ് എഴുതും പിന്നെ അതുപോലെ ബാർ പഠിക്കണം പഠിക്കണമെന്ന് എങ്ങനെയെന്ന് അറിയാം അച്ചാൽ എടുക്കാന്നുള്ള എഴുതി കാണിക്കും ഇപ്പൊ ലെഫ്റ്റ് സൈഡിൽ അച്ചാൽ എടുക്കാന്ന് എഴുതും ബാക്കി 3 എണ്ണം നിങ്ങൾ എഴുതും അച്ചയിലെടുക്ക് ഇനി അതുപോലെ അടുത്ത ലെഫ്റ്റ് സൈഡിൽ വീണ്ടും ബുരാലെടുക്കുക അതുപോലെ ബുരയിലെടുക്കുക ബാക്കി നിങ്ങൾ 3 എണ്ണം നിങ്ങൾ എഴുതിക്കണം അപ്പൊ അതുണ്ട് 2 ഉണ്ട് കേട്ടോ മൂന്നാമത്തത് ഉണ്ട് കേട്ടോ മൂന്നാമത്തെ അറിയാമല്ലോ ഫില്ല് ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻ കൊടുത്തിരുന്നാൽ മതി 1 2 3 4 5 6 ഉണ്ട് എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാം ഫുള്ളുണ്ട് മൊത്തം ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുണ്ട് ബ്രാക്കറ്റ് പിന്നെ അത് ക്വസ്റ്റ്യൻ ആണ് ബ്രാക്കറ്റിലുള്ളത് എഴുതണം ക്വസ്റ്റ്യനിലുണ്ട് ഓക്കെ ബാക്കി എഴുതിക്കോ നോട്ട് എഴുതാനുള്ള എഴുതിയെടുത്തോ പെട്ടെന്ന് എഴുതിയെടുത്തിട്ട് പെട്ടെന്ന് പരീക്ഷ എഴുതാനേ സമയം ഉണ്ടാണോ പരീക്ഷ എഴുതാൻ അതല്ല മറ്റേ പാട്ട് കുഴപ്പമില്ല എഴുതട്ടെ
നീ എന്താ ചോദിച്ചോടാ? മറ്റേ ഇപ്പത്തുള്ള പാട് ഇപ്പുറത്തുള്ള പാട്ട് ഇല്ല. അപ്പുറത്ത് പാട് ഏതാണെന്നാ അതിന് പരമാണ് മോളെ. അത് മോനെ അത് അർത്ഥമായിട്ടും എഴുതി വെച്ചത്. ഈ പാടത്തിൻ്റെ പേരാണ് മേരാ തുമാരാ ഹമാര. അതാണ് ഞാൻ അർത്ഥമായിട്ടും എഴുതി വെച്ചു. മനസ്സിലായി? എടീ ഞാൻ പറ, നീ എന്തിനു പറഞ്ഞു? അതല്ല പാന്തിന്റെ പാട് എഴുതിയില്ലെന്ന്. ഓ ഇതിൻ്റെ പേരിൽ പാട് എഴുതിയില്ലാന്നോ? ഓക്കെ, അതും കൂടെ എഴുതിയേക്കും. നമുക്ക് അറിയാമല്ലോ. ഇത് പാട്ട് പാഞ്ചിൻ്റെ ആണേ കേട്ടോ. പാട്ട് പാഞ്ച് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ എഴുതിയെടുക്കുക. എഴുതിയെടുത്തിട്ട് പിന്നീട് മാറ്റുക. അപ്പോൾ ഞാനിത് ക്ലോസ് ചെയ്യാണ്, വീഡിയോ ക്ലാസ് ക്ലോസ് ചെയ്യാണ്. പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് കാണാം. ഈ പുതിയ ആപ്ലിക്കേഷൻ ടീച്ചറിനെ എപ്പോഴാണ് എടുക്കണേ?